കാതികയിലേക്ക് സ്വാഗതം. കാതികയിലൂടെ പറയുന്ന എല്ലാ കഥകളും കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കഥകളെക്കുറിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഫീഡ്ബാക്കുകളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് കഥകൾ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ, ഞങ്ങൾക്ക് തരണമെങ്കിൽ ആപ്പിലൂടെയോ ഇമെയിലൂടെയോ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ഈ ആപ്പിലൂടെ എല്ലാവർക്കും വേണ്ടി സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ കഥ കേൾക്കാം. ഇന്നത്തെ കഥയുടെ പേരാണ് സ്നേഹമാണ് ശക്തി. കഥ തുടങ്ങുന്നു. കാട്ടിലെ രാജാവാണ് സിംഹം. ദയാലുവായ സിംഹരാജാവിനെ പ്രജകൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. മൃഗങ്ങൾക്ക് ഏതു സമയവും മഹാരാജാവിനെ ചെന്ന് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അങ്ങനെ മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ കഴിയുമ്പോഴാണ് സിംഹരാജാവിന് ഒരു രോഗം വന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട രാജാവിനെ നോക്കാൻ, ശുശ്രൂഷിക്കാൻ മൃഗങ്ങളെല്ലാം ഓടിയെത്തി. മുയലും കൂട്ടുകാരും ചേർന്ന് രാജാവിന് മരുന്ന് കൊണ്ടുവന്നു. ആന രാജാവിന് തൻ്റെ വലിയ ചെവി കൊണ്ട് വീശിക്കൊടുത്തു. അങ്ങനെ മൃഗങ്ങളെല്ലാവരും കൂടി രാജാവിനെ പരിചരിച്ച് നോക്കി രോഗം മാറി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ സിംഹം വയസ്സായി മരിച്ചുപോയി. മറ്റൊരു സിംഹം രാജാവായി. ആദ്യത്തെ സിംഹത്തിന് സ്വഭാവമായിരുന്നില്ല ഇപ്പോഴത്തെ രാജാവിന്. മഹാക്രൂരനായിരുന്നു അയാൾ. തരം കിട്ടിയാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കും. പുതിയ രാജാവിനെ മൃഗങ്ങൾക്കൊന്നും ഇഷ്ടമായിരുന്നില്ല. എല്ലാവരും അയാളെ വെറുത്തു. പക്ഷേ പേടികൊണ്ട് എല്ലാവരും രാജാവിനെ ബഹുമാനിക്കുമായിരുന്നു. അത് ശരിക്കുള്ള ബഹുമാനമായിരുന്നില്ല. അവർ നടിക്കുകയായിരുന്നു, അവർ അഭിനയിക്കുകയായിരുന്നു. പഴയ രാജാവ് വളരെ സ്നേഹമുള്ളവനും ഇപ്പോഴത്തെ രാജാവ് വളരെ ക്രൂരനുമായിട്ട് അവർക്ക് തോന്നി. ഒരിക്കൽ രാജാവ് നായാട്ടുകാരുടെ വെടിയേറ്റ് വീണു. ഒരു തരത്തിലാണ് രാജാവ് ഇഴഞ്ഞു വലിഞ്ഞ് തൻ്റെ ഗുഹയിലെത്തിയത്. രാജാവ് വെടിയേറ്റ് വീണ വാർത്ത വൈകാതെ കാട് മുഴുവനും പരന്നു. പക്ഷേ അവശനായി കിടക്കുന്ന രാജാവിനെ കാണാൻ മൃഗങ്ങൾ ആരും പോയില്ല. ഒരു ദിവസം നമ്മുടെ മുയലുകുട്ടൻ യാദൃശ്ചികമായി അത് വഴി വന്നു. മുയലിനെ കണ്ടപ്പോൾ സിംഹത്തിന് ദേഷ്യം വന്നു. സിംഹം പറഞ്ഞു, നന്ദിയില്ലാത്തവരാണ് നിങ്ങളെല്ലാവരും. എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ. ആദിത്യ രാജാവിന് അസുഖം വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ സ്നേഹം? എടാ നിന്നെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് സിംഹം മുയലിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അവശനാണെങ്കിലും സിംഹം ദേഷ്യത്തോടെ മുരണ്ടു. ഇത് കേട്ട് മുയൽ ശാന്തനായി പറഞ്ഞു, പ്രഭോ, വെറുതെ ദേഷ്യപ്പെടണ്ട. അതിൽ ഒരു കാര്യമില്ല. അങ്ങ് ഞങ്ങളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല, ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ വല്ലാതെ പേടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ നേരത്തെ ഇതിലൂടെ ഞങ്ങൾ വരാറ് പോലും ഇല്ലായിരുന്നു. അനങ്ങാൻ വയ്യാതെ കിടക്കുന്ന അങ്ങേ ഇനി ഞങ്ങൾക്ക് എന്തിനാണ് പേടി? പ്രജകളെ അങ്ങ് സ്നേഹിക്കുമായിരുന്നെങ്കിൽ അവരും അങ്ങേയും സ്നേഹിച്ചേനെ. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് തന്നെ ആയിരിക്കും ഗതി. പല്ലും നഖവും കാണിച്ചല്ല മറ്റുള്ളവരുടെ സ്നേഹം കിട്ടണ്ടേ എന്ന് നമ്മുടെ സിംഹത്തിന് മനസ്സിലായി. പല്ലും നഖവും കാണിച്ചൊന്നും മറ്റുള്ളവരുടെ സ്നേഹം കിട്ടാൻ കഴിയില്ല എന്ന് നമ്മുടെ സിംഹത്തിന് മനസ്സിലായി. സ്നേഹം കിട്ടണമെങ്കിൽ അത് സ്നേഹത്തിലൂടെ മാത്രമായിരിക്കും. പഴയ സിംഹത്തിനെ പോലെ സ്നേഹത്തോടെ കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ജീവിച്ചിരുന്നു. ഈ സിംഹം ക്രൂരനായതുകൊണ്ട് ആരും ആ സിംഹത്തെ നോക്കിയില്ല. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഏത് രാജാവിനെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടത്? ആദ്യത്തെ രാജാവിനെയാണോ അതോ രണ്ടാമത്തെ രാജാവിനെയാണോ? തീർച്ചയായിട്ടും ആദ്യത്തെ രാജാവിനെ, അല്ലേ? സ്നേഹമുള്ള രാജാവായിരുന്നു. അതുപോലെ തന്നെ നമ്മളും എല്ലാവരെയും ഇഷ്ടപ്പെട്ട് ജീവിക്കുക. ദുഷ്ടന്മാരെ ആർക്കും സ്നേഹിക്കാൻ കഴിയില്ല. കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ആപ്പിലൂടെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത കഥകൾ കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെ അറിയിക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിക്കുക. അടുത്ത കഥയും വരെ കാതിക വരുന്നവരെ നന്ദി, നമസ്കാരം.